കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അവതരിപ്പിച്ചു. 52,79,11,266 രൂപ വരവും 50,48,88,628 രൂപ ചെലവും 2,30,22,638 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പശ്ചാത്തല മേഖലയ്ക്ക് 6,89,77,700 രൂപ, ഭവന നിർമ്മാണത്തിന് 2,62,56,331 രൂപ, ദാരിദ്ര്യ ലഘൂകരണത്തിന് 3,23,15,000 രൂപ, സാമൂഹ്യക്ഷേമത്തിന് 1,45,64,500 രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. കാർഷികം, ജലസേചനം, മണ്ണ് സംരക്ഷണം എന്നീ മേഖലകൾക്കായി 81,15,498 രൂപ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകൾക്ക് 38,13,750 രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 1,02,94,815 രൂപ, വിദ്യാഭ്യാസം, കല, സാംസ്കാരികം എന്നിവയ്ക്കായി 50,26,425 രൂപ എന്നിങ്ങനെയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണമാണ് ഇന്ന് കമ്മിറ്റി നടത്തുന്നത്. നമുക്കറിയാം, കമ്മിറ്റി വന്നതിന് ശേഷം ആസൂത്രണ സമിതി സംഘടിപ്പിച്ചതിന് ശേഷം വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളും ഗ്രാമസഭകളും മറ്റു കുട്ടികളുടെയും വയോജനങ്ങളുടെയും ഭിന്നശേഷി എന്നിവരുടെ ഗ്രാമസഭകളെല്ലാം നടത്തിയതിന് ശേഷം നമ്മൾ പദ്ധതികൾ തയ്യാറാക്കി DPCക്ക് സമർപ്പിക്കുകയും 189 പദ്ധതികൾക്ക് നമുക്ക് DPCയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള ബജറ്റ് അവതരണമാണ് 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ന് നടത്തുന്നത്. പുതിയ ഭരണസമിതി നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആദ്യ ബജറ്റ് അവതരണമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നിലവിലെ